പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5th യൂണിറ്റിലെ ആദ്യ ലെസൺ ടോയ്സ് ടു ടീൻസ്. ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസും അവയ്ക്കുള്ള ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യ ക്വസ്റ്റ്യൻ എ. വൈ ഡസ് ഗ്രേസ് വാണ്ട് എ മോൺസ്റ്റർ ഹൈ ഡോൾ? എന്തുകൊണ്ടാണ് ഗ്രേസ് ഒരു മോൺസ്റ്റർ ഹൈ ഡോൾ ലഭിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? Grace likes monster high dolls because they are cool and all have monster names. ഗ്രേസിന് മോൺസ്റ്റർ ഹൈ ഡോൾസ് വളരെ ഇഷ്ടമായിരുന്നു, കാരണം അവ കാണാൻ ഭംഗിയുള്ളവയും അവയ്ക്കെല്ലാം തന്നെ വിചിത്രമായിട്ടുള്ള മോൺസ്റ്റർ പേരുകളുമാണ് ഉണ്ടായിരുന്നത്. She especially likes the one named Draculaura, who has long black hair, pink boots and a pet bat. ഗ്രേസിന് പ്രത്യേകമായി ഡ്രാക്കുളോറ എന്നു പേരുള്ള ഒരു മോൺസ്റ്റർ ഹൈ ഡോളിനോടായിരുന്നു കൂടുതൽ പ്രിയം, കാരണം ആ ഡോൾ കാണാൻ അതീവ ഭംഗിയുള്ളതായിരുന്നു. അതിന് നീണ്ട കറുത്ത തലമുടിയുണ്ട്, പിങ്ക് നിറത്തിലുള്ള ബൂട്ട്സും അതോടൊപ്പം എപ്പോഴും ഒരു ഓമനത്വമുള്ള ഒരു ബാറ്റ്, ഒരു വവ്വാലും ഉണ്ടായിരിക്കും. ഷീ വാണ്ട്സ് ദ ഡോൾ ടു സെലിബ്രേറ്റ് ഹാലോവിൻ. വരാനിരിക്കുന്ന ഹാലോവിൻ ആഘോഷങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഡ്രാക്കുളോറ മോൺസ്റ്റർ ഹൈ ഡോൾ ഗ്രേസ് ഏറെ ആവശ്യപ്പെട്ടു. ക്വസ്റ്റ്യൻ ബി. ഹൗ ഡിഡ് ഗ്രേസ് ലേൺ അബൌട്ട് മോൺസ്റ്റർ ഹൈ ഡോൾസ്? ഇത്തരത്തിലുള്ള മോൺസ്റ്റർ ഹൈ ഡോളുകളെ കുറിച്ച് ഗ്രേസ് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഗ്രേസ് ലേൺഡ് അബൌട്ട് മോൺസ്റ്റർ ഹൈ ഡോൾസ് ഫ്രം ഹെർ ഫ്രണ്ട് മാഡി. തന്റെ കൂട്ടുകാരി മാഡിയിൽ നിന്നാണ് മോൺസ്റ്റർ ഹൈ ഡോളുകളെ കുറിച്ച് ഗ്രേസ് മനസ്സിലാക്കിയത്. ആസ് വെൽ ആസ് ബൈ വാച്ചിങ് വീഡിയോസ് ആൻഡ് വിസിറ്റിംഗ് വെബ്സൈറ്റ്സ്. അതുപോലെ തന്നെ മോൺസ്റ്റർ ഹൈ ഡോളുമായി ബന്ധപ്പെട്ട വീഡിയോസ്, അതുപോലെ തന്നെ ഡ്രാക്കുളോറ, അതിന് സ്വന്തമായി തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വീഡിയോകളിൽ നിന്നും വെബ്സൈറ്റിൽ നിന്നുമൊക്കെയാണ് ഗ്രേസ് ഇത്തരം ഡോളുകളെ കുറിച്ച് മനസ്സിലാക്കിയത്. ക്വസ്റ്റ്യൻ സി. വൈ ഡിഡ് ഗ്രേസസ് മദർ ഫൈനലി ഡിസൈഡ് ടു ബൈ ദ മോൺസ്റ്റർ ഹൈ ഡോൾ? ഷോപ്പിംഗ് മാളിൽ മോൺസ്റ്റർ ഹൈ ഡോൾ കണ്ടു. അതിന് വില കൂടുതലായിരുന്നെങ്കിലും മനസ്സോടെ ഗ്രേസിന്റെ അമ്മ ഒരെണ്ണം വാങ്ങിക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടായിരുന്നു ഗ്രേസിന്റെ മദർ അവസാനം ഒരു മോൺസ്റ്റർ ഹൈ ഡോൾ വാങ്ങിക്കാൻ തന്നെ തീരുമാനിച്ചത്? ലൈക്ക് millions of other parents, Grace's mother also had to give in to what is referred to as the nag factor in advertising. മില്യൺ കണക്കിന് മറ്റു രക്ഷിതാക്കളെ പോലെ തന്നെ ഗ്രേസിന്റെ മദറിനും ഗ്രേസ് എന്ന കുട്ടിയുടെ ആവശ്യപ്പെടൽ, അവരുടെ വാശിക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു. അഡ്വർടൈസ്മെന്റ് മേഖലകളിൽ പറയപ്പെടുന്ന ഒരു പ്രയോഗമാണ് നാഗ് ഫാക്ടർ എന്ന് വെച്ചാൽ, പരസ്യങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ടുകൊണ്ട് കുട്ടികൾ പരസ്യം ചെയ്യപ്പെടുന്ന വസ്തുക്കൾ ഏറെ ആവശ്യപ്പെടുന്നു, അതിനുവേണ്ടി വാശി പിടിക്കുന്നു. ഇത്തരം ഒരു അവസ്ഥയ്ക്ക് ഗ്രേസിന്റെ മദറിനും വഴങ്ങേണ്ടി വന്നു. അതുകൊണ്ടാണ് വില കൂടിയെങ്കിലും ഒരു മോൺസ്റ്റർ ഹൈ ഡോൾ വാങ്ങാൻ അവസാനം ഗ്രേസിന്റെ അമ്മ തീരുമാനിച്ചത്. ക്വസ്റ്റ്യൻ ഡി. വൈ ഡു മാർക്കറ്റേഴ്സ് ഫോക്കസ് ദെയർ അറ്റൻഷൻ ഓൺ യങ് കൺസ്യൂമേഴ്സ്? എന്തുകൊണ്ടാണ് മാർക്കറ്റേഴ്സ് അഥവാ വിപണന തന്ത്രം ഒരുക്കുന്ന കച്ചവടക്കാരും പരസ്യക്കാരുമെല്ലാം യങ് കൺസ്യൂമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നത്? ചെറുപ്പക്കാരായ ഉപഭോക്താക്കളെ കൂടുതൽ അവരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തുകൊണ്ട്? Marketers focus on young consumers mainly for 3 reasons. മാർക്കറ്റേഴ്സ് ചെറുപ്പക്കാരായ കൺസ്യൂമേഴ്സിനെ ഫോക്കസ് ചെയ്യാൻ പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. The spending power of today's children has increased as they have their own money from household chores or gifts from relatives. ഇന്നത്തെ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്പെൻഡിങ് പവർ, പണം കൂടുതൽ ചെലവഴിക്കാനുള്ള അവരുടെ ശേഷി വർദ്ധിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് സ്വന്തമായി വരുമാനമുണ്ട്, പണമുണ്ട്. സ്വന്തം വീട്ടിൽ ജോലി ചെയ്ത് രക്ഷിതാക്കളിൽ നിന്ന് പണം ലഭിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഗിഫ്റ്റ്സ് ഫ്രം റിലേറ്റീവ്സ്, ബന്ധുക്കളിൽ നിന്ന് ഗിഫ്റ്റായൊക്കെ ലഭിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ടോ അവർ സാധനങ്ങൾ വാങ്ങുന്നു. രണ്ടാമത്തത്, ചിൽഡ്രൻ ക്യാൻ ഇൻഫ്ലുവൻസ് ദെയർ പാരൻസ് കൺസ്യൂമർ ബിഹേവിയർ. കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കളുടെ കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്തൃ സ്വഭാവത്തെ കാര്യമായി സ്വാധീനിക്കാൻ കഴിയും. വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഏത് ബ്രാൻഡ് വാങ്ങണമെന്നൊക്കെ തീരുമാനിക്കാൻ കുട്ടികൾക്ക് തന്നെ ഇന്ന് കഴിവുണ്ട്. മോറോവർ, ചിൽഡ്രൻ ഡെവലപ്പ് ബ്രാൻഡ് ലോയൽറ്റി അറ്റ് ആൻ ഏർലി ഏജ്. ഏതെങ്കിലും ഒരു പ്രത്യേക ബ്രാൻഡിനോട്
ഒരു വിശ്വാസ്യത വെച്ച് പുലർത്തുന്ന ഒരു സ്വഭാവം കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ ഇക്കാലത്തുണ്ട്. അതുവഴി മേക്കിംഗ് ദം ദി അഡൽട്ട് കൺസ്യൂമേഴ്സ് ഓഫ് ടുമോറോ. ഇതേ കുട്ടികൾ തന്നെയാണ് നാളത്തെ മുതിർന്നവരായ കൺസ്യൂമേഴ്സ് ആയിട്ട് ഉപഭോക്താക്കളായി മാറുന്നതും. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് മാർക്കറ്റേഴ്സ് യങ് കൺസ്യൂമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇ. ഹൗ ഡു ചിൽഡ്രൻ ഇൻഫ്ലുവൻസ് ദെയർ പാരൻസ് കൺസ്യൂമർ ബിഹേവിയർ? രക്ഷിതാക്കളുടെ ഉപഭോക്തൃ സ്വഭാവത്തെ എങ്ങനെയൊക്കെയാണ് കുട്ടികൾ സ്വാധീനിക്കുന്നത്? Children influence daily household purchases by expressing their brand preferences. വീട്ടിലേക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കുന്ന കാര്യത്തിൽ പോലും കുട്ടികൾക്ക് അവരുടേതായ ബ്രാൻഡ് പ്രിഫറൻസസ്, ഏതെങ്കിലും ഒരു പ്രത്യേക ബ്രാൻഡിനോടുള്ള അവരുടെ താല്പര്യം അവർക്ക് സ്വാധീനമായി രക്ഷിതാക്കളിലൂടെ ചെലുത്താൻ സാധിക്കുന്നു. മാത്രമല്ല, ആസ് ദേ ഗ്രോ ഓൾഡർ, teens often voice opinions on major decisions such as type of the car to buy, new media equipment or even vacation destinations. ഇതേ കുട്ടികൾ തന്നെ മുതിർന്ന് അല്പം വലുതായി വരുമ്പോൾ വീട്ടിലേക്ക് ആവശ്യമായ വലിയ വസ്തുക്കൾ വാങ്ങുന്ന കാര്യത്തിൽ പോലും അവർ അഭിപ്രായം രേഖപ്പെടുത്തും. ഉദാഹരണത്തിന്, വീട്ടിലേക്കുള്ള കാർ വാങ്ങുമ്പോഴോ അതല്ലെങ്കിൽ മീഡിയ എക്യുപ്മെന്റ് ഏതെങ്കിലും വിനോദ ഉപകരണങ്ങൾ വാങ്ങുമ്പോഴോ, അതുമല്ലെങ്കിൽ അവരുടെ ഒരു വെക്കേഷൻ ഡെസ്റ്റിനേഷൻ, അവർ ഏത് ലൊക്കേഷനിലേക്ക് ടൂർ പോകണം എന്ന കാര്യത്തിലൊക്കെ ഈ കുട്ടികൾ തന്നെയാണ് പലപ്പോഴും അഭിപ്രായങ്ങൾ പറയുന്നതും തീരുമാനമെടുക്കാൻ രക്ഷിതാക്കളെ പ്രേരിപ്പിക്കുന്നതും. ഈ രീതിയിലൊക്കെ രക്ഷിതാക്കളുടെ കൺസ്യൂമർ ബിഹേവിയർ, അവരുടെ ഉപഭോക്തൃ സ്വഭാവത്തെ കാര്യമായി സ്വാധീനിക്കാൻ ഇന്നത്തെ കുട്ടികൾക്ക് സാധിക്കുന്നു. ക്വസ്റ്റ്യൻ എഫ്. വാട്ട് ഇസ് ദി ഇമ്പാക്ട് ഓഫ് അഡ്വർടൈസിംഗ് ഓൺ അഡോളസെൻസ്? കൗമാരക്കാരിൽ പരസ്യം എന്തൊക്കെ രീതിയിലാണ് സ്വാധീനം ചെലുത്തുന്നത്? Adolescents often compare their physical appearance to the attractive models in ads. കൗമാരക്കാർ പലപ്പോഴും പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ആകർഷണീയരായ മോഡലുകളുമായിട്ട് തങ്ങളുടെ സ്വന്തം ശരീരത്തെ കമ്പയർ ചെയ്യുന്നു. which can negatively affect their self-esteem and body image. ഇത്തരത്തിലുള്ള കമ്പാരിസൺ പലപ്പോഴും നെഗറ്റീവായ രീതിയിൽ ഈ കൗമാരക്കാരുടെ ആത്മാഭിമാനത്തെയും അവരുടെ സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെയും ഒക്കെ നെഗറ്റീവായി സ്വാധീനിക്കുന്നു. അവർക്ക് നിരാശ ഉണ്ടാകുന്നു. ക്വസ്റ്റ്യൻ ജി. ഹൗ ഡു അഡോളസെൻസ് പെർസീവ് ബ്രാൻഡ് നെയിംസ് ആൻഡ് ദ ലേറ്റസ്റ്റ് ട്രെൻഡ്സ്? എങ്ങനെയാണ് കൗമാരക്കാർ പലതരത്തിലുമുള്ള ബ്രാൻഡ് നെയിമുകളെയും അതോടൊപ്പം തന്നെ പുതിയ ലേറ്റസ്റ്റ് ട്രെൻഡുകൾ, സമൂഹത്തിലെ പുതിയ ട്രെൻഡുകളെ കുറിച്ചുമൊക്കെ ഈ അഡോളസെൻസ് കൗമാരക്കാർ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? Adolescents view brand names as the source of fun and happiness. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ബ്രാൻഡ് അവരുടെ ജീവിതത്തിലേക്ക് വിനോദവും സന്തോഷവും കൊണ്ടുവരുന്നു എന്നാണ് പല കൗമാരക്കാരും വീക്ഷിക്കുന്നത്, മനസ്സിലാക്കി വെക്കുന്നത്. They associate a product with the statements like "You see it a lot" and "Everyone has one." ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു പുതിയ പ്രോഡക്റ്റ് പലപ്പോഴും അവർ നിരീക്ഷിക്കുന്നത്, നിങ്ങൾ ഇതെല്ലായിടത്തും കാണുന്നു, അതല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും ഉണ്ട്, അതുകൊണ്ട് തനിക്കും വേണം. ബിലീവിങ് ദേ ഷുഡ് ഓൾസോ ഫോളോ ദ ട്രെൻഡ്. സമൂഹത്തിലെ പുതിയ ട്രെൻഡ് തങ്ങളും ഫോളോ ചെയ്യണം എന്ന രൂപത്തിലാണ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അഡ്വർടൈസ് ചെയ്യപ്പെടുമ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് കൗമാരക്കാർ വീക്ഷിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ക്വസ്റ്റ്യൻ എച്ച്. Why do advertisers often use celebrities to endorse their products? എന്തുകൊണ്ടാണ് പലപ്പോഴും പരസ്യക്കാർ സെലിബ്രിറ്റികളെ, സ്പോർട്സ് താരങ്ങളെയോ സിനിമാ താരങ്ങളെയോ ഒക്കെ അവരുടെ പ്രോഡക്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പരസ്യങ്ങളിൽ എന്തുകൊണ്ട് സെലിബ്രിറ്റികളെ ഉപയോഗിക്കുന്നു? Using celebrities in advertisement is a highly effective persuasive strategy. സെലിബ്രിറ്റികളെ പരസ്യങ്ങളിൽ ഉപയോഗിക്കുക എന്നുള്ളത് ഉപഭോക്താക്കളെ സാധനങ്ങൾ വാങ്ങുന്നതിലേക്ക് പ്രേരിപ്പിക്കാനുള്ള ഏറ്റവും ഫലവത്തായ ഒരു തന്ത്രമാണ്. കാരണം സെലിബ്രിറ്റീസ് എൻഹാൻസ് എ പ്രോഡക്ട്സ് അപ്പീൽ എമംഗ് യങ് കൺസ്യൂമേഴ്സ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ഉപഭോക്താക്കൾക്കിടയിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനോടുള്ള അപ്പീൽ, അതിനോടുള്ള അട്രാക്ഷൻ, താല്പര്യം അത് വർദ്ധിപ്പിക്കാൻ സെലിബ്രിറ്റികൾക്കാകും. കാരണം teens perceive them as more trustworthy. കൗമാരക്കാർ സെലിബ്രിറ്റികളെ കൂടുതൽ വിശ്വാസ്യത ഉള്ളവരായിട്ട് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് അവരെ
അവരെ കാണുന്നത്. മാത്രമല്ല കോമ്പിറ്റന്റ്, കൂടുതൽ കഴിവുള്ളവരും ആൻഡ് അട്രാക്റ്റീവ് ദാൻ നോൺ സെലിബ്രിറ്റി എൻഡോഴ്സേഴ്സ്. സെലിബ്രിറ്റികൾ അല്ലാത്ത എൻഡോഴ്സേഴ്സിനേക്കാൾ കൂടുതൽ ആകർഷണീയത ഉള്ളവരും കഴിവുള്ളവരും വിശ്വാസ്യത ഉള്ളവരുമൊക്കെ ആയിട്ടാണ് കൗമാരക്കാർ സെലിബ്രിറ്റികളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പരസ്യക്കാർ സെലിബ്രിറ്റികളെ പരസ്യങ്ങളിൽ കൂടുതലായി ഉപയോഗിച്ചു വരുന്നു. ക്വസ്റ്റ്യൻ ഐ. വാട്ട് അക്കോർഡിംഗ് ടു യു ആർ ദ ഹിഡൻ പിറ്റ്ഫാൾസ് ദാറ്റ് ലേർക്ക് ബിഹൈൻഡ് ദ സീൻസ്? പരസ്യങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താകുന്നു? ആൻസർ. ഓഫൻ പ്രോഡക്ട്സ് ഫെയിൽ ടു മീറ്റ് ദി എക്സ്പെക്ടേഷൻസ് സെറ്റ് ബൈ അഡ്വർടൈസ്മെന്റ്സ്. പലപ്പോഴും പരസ്യങ്ങളിലൂടെ പ്രസിദ്ധപ്പെടുത്തുന്ന ഗുണഗണങ്ങൾ പ്രോഡക്റ്റുകൾക്ക് ഇല്ലാതെ പോകുന്നു. ദിസ് ക്യാൻ ലീഡ് ടു വേസ്റ്റേജ് ഓഫ് മണി ആൻഡ് ടൈം. ഇത് പലപ്പോഴും നമ്മുടെ പണം നഷ്ടപ്പെടാനും ഏതെങ്കിലും ഒരു സർവീസാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടാനും ഒക്കെ കാരണമാകും. മാത്രമല്ല ആൻഡ് ഇൻ സം കേസസ് adversely affect one's health. പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ പോലും പ്രതികൂലമായി ബാധിക്കും. കാരണം പരസ്യങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് നാം എന്തെങ്കിലും ഒരു ആരോഗ്യ അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ചതിയിൽപ്പെട്ടാൽ നമ്മുടെ ആരോഗ്യത്തെ പോലും അത് പ്രതികൂലമായി ബാധിക്കും. When health or beauty products are purchased under the influence of ads, പരസ്യത്തിന്റെ സ്വാധീന വലയത്തിൽ പെട്ടുകൊണ്ട് ബ്യൂട്ടി അല്ലെങ്കിൽ ഹെൽത്ത് പ്രോഡക്റ്റ് ആണ് വാങ്ങി ചതിക്കപ്പെടുന്നതെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് പരസ്യങ്ങൾക്ക് പിന്നിൽ പലപ്പോഴും ചതിക്കുഴികളുണ്ടെന്ന് പറയാൻ കാരണം. Now, there are a few more questions under Let's Rewind. Revisit the passage and respond to the following questions. നമ്മുടെ ലെസൺ ഒരിക്കൽ കൂടെ വായിച്ച് ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഏതാനും ക്വസ്റ്റ്യൻസ് കൂടെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. Question 1. Why was her mother surprised when Grace asked for a Monster High doll? ഗ്രേസ് ഒരു മോൺസ്റ്റർ ഹൈ ഡോൾ ആവശ്യപ്പെട്ടപ്പോൾ ഗ്രേസിന്റെ അമ്മക്ക് അത്ഭുതമാണ് തോന്നിയത്. എന്തുകൊണ്ടാണ് അവർക്ക് അത്ഭുതം തോന്നിയത്? Grace's mother was surprised because Grace had never shown any interest in Monster High dolls before. അതിനുള്ള കാരണം ഗ്രേസ് ഒരിക്കലും ഇതിനു മുമ്പ് മോൺസ്റ്റർ ഹൈ ഡോളുകളെ കുറിച്ച് പറയുകയോ അത്തരത്തിലുള്ള ഒരു ഡോൾ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് മോൺസ്റ്റർ ഹൈ ഡോൾ ആവശ്യപ്പെട്ടപ്പോഴാണ് അമ്മയ്ക്ക് അത്ഭുതം തോന്നിയത്. Question 2. Do you think it is necessary for parents to help their children make good consumer choices without relying only on advertisements? Why? ഒരു കൺസ്യൂമർ, ഒരു ഉപഭോക്താവ് എന്ന നിലക്ക് കുട്ടികൾക്ക് സ്വന്തമായി തന്നെ നല്ല പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കാനും വാങ്ങിക്കാനുമുള്ള ഗുഡ് കൺസ്യൂമർ ചോയ്സ് ഇത് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ രക്ഷിതാക്കൾ കുട്ടികളെ സഹായിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുവോ? എങ്കിൽ വൈ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ കരുതുന്നത്? യെസ്, പാരന്റ്സ് ഷുഡ് ഗൈഡ് ദെയർ ചിൽഡ്രൻ ടു മേക്ക് സ്മാർട്ട് കൺസ്യൂമർ ചോയ്സസ്. തീർച്ചയായും രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് നല്ല കൺസ്യൂമർ ചോയ്സ്, നല്ല ഉപഭോക്തൃ സംസ്കാരവും അവർക്ക് ആവശ്യമായ വസ്തുക്കൾ ബുദ്ധിപരമായി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള കഴിവും ഉണ്ടാകാൻ അവരെ സഹായിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇൻസ്റ്റെഡ് ഓഫ് റിലൈങ് സോൺലി ഓൺ അഡ്വർടൈസ്മെന്റ്സ്. അതല്ലാതെ വെറും പരസ്യങ്ങൾ മാത്രം ആശ്രയിച്ചു കൊണ്ടാകരുത് കൺസ്യൂമർ ചോയ്സ്. സ്വന്തമായി തീരുമാനം എടുക്കാനുള്ളൊരു കഴിവ് കുട്ടികൾക്കുണ്ടാകണം. അതിന് രക്ഷിതാക്കൾ സഹായിക്കണം. കാരണം ആഡ്സ് ക്യാൻ ബി മിസ്ലീഡിങ്. പലപ്പോഴും ആഡ്സ് മിസ്ലീഡിംഗ് ആയിരിക്കും, നമ്മെ ചതിക്കുന്നതായിരിക്കും, പറ്റിക്കുന്നതായിരിക്കും. സോ ചിൽഡ്രൻ നീഡ് ഹെൽപ്പ് ടു ഇവാലുവേറ്റ് പ്രോഡക്ട്സ് ക്രിറ്റിക്കലി. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അത് ക്രിറ്റിക്കലായിട്ട്, അതിനെ വിമർശനാത്മകമായിട്ട് തന്നെ, ബുദ്ധിപരമായിട്ട് തന്നെ അതിനെക്കുറിച്ച് പഠിക്കാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവും സഹായവും കുട്ടികൾക്ക് ആവശ്യമാണ്. രക്ഷിതാക്കൾ അത് നൽകണം. Question 3. Advertisements help consumers develop positive values. പരസ്യങ്ങൾ പലപ്പോഴും നമ്മിൽ പോസിറ്റീവായ ചില മൂല്യങ്ങൾ വളർത്തും. ഡു യു അഗ്രി? ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? വൈ? എന്തുകൊണ്ട് യോജിക്കുന്നു അല്ലെങ്കിൽ യോജിക്കുന്നില്ല? നോട്ട് ഓൾവേസ്. പരസ്യങ്ങൾ പലപ്പോഴും നമുക്ക് പോസിറ്റീവ് വാല്യൂസ് ഉയർത്തും, നമ്മുടെ മൂല്യങ്ങൾ, ചിന്തകൾ വളർത്തും എന്നത് പലപ്പോഴും ശരിയല്ല, എല്ലായ്പ്പോഴും ശരിയല്ല.
While advertisements have the potential to promote positive values, പരസ്യങ്ങൾക്ക് നമ്മുടെ മൂല്യങ്ങളെ ഉയർത്താനുള്ള ശക്തി ഉണ്ടെന്നിരുന്നാലും many focus more on selling products than teaching good values. പരസ്യങ്ങളിലൂടെ പലപ്പോഴും മൂല്യങ്ങൾ നിലനിർത്താനുള്ളതല്ല ആ പരസ്യദാതാക്കൾ ശ്രമിക്കുന്നത്, മറിച്ച് ഓൺ സെല്ലിംഗ് പ്രോഡക്ട്സ്, അവരുടെ വസ്തുക്കൾ കൂടുതൽ വിപണനം ചെയ്യാനും വിറ്റ് ലാഭമുണ്ടാക്കാനുമാണ് പരസ്യക്കാർ ശ്രമിക്കുന്നത്. ആഡ്സ് ഷുഡ് എൻകറേജ് മീനിങ്ഫുൾ ചോയ്സസ്. എന്നാൽ പരസ്യങ്ങൾ പലപ്പോഴും നമുക്ക് അർത്ഥവത്തായിട്ടുള്ള കൺസ്യൂമർ ചോയ്സ് അതാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. ആൻഡ് ഫോസ്റ്റർ സെൽഫ് കോൺഫിഡൻസ്, എസ്പെഷ്യലി ഇൻ ചിൽഡ്രൻ. വസ്തുക്കളും സേവനങ്ങളും തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒന്നായിരിക്കണം പരസ്യം, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ. എന്നാൽ പലപ്പോഴും അതല്ല സംഭവിക്കുന്നത്, മിസ്ലീഡിംഗ് ആയിട്ടും പരസ്യങ്ങൾ വരാറുണ്ട്. Question 4. State your opinion on the influence of advertisements on children. പരസ്യങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക. How can we analyze ads and make smart choices? പരസ്യങ്ങളെ നമുക്ക് എങ്ങനെ യഥാവിധി മനസ്സിലാക്കാൻ സാധിക്കും? അതുവഴി സ്മാർട്ട് ചോയ്സസ്, പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ യുക്തമായ തിരഞ്ഞെടുപ്പും തീരുമാനവും നമുക്ക് എങ്ങനെ കൈക്കൊള്ളാൻ സാധിക്കും? അഡ്വർടൈസ്മെന്റ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ചിൽഡ്രൻ. പരസ്യങ്ങൾ കുട്ടികളെ ശക്തമായി സ്വാധീനിക്കുന്നു. ഷേപ്പിംഗ് ദെയർ പ്രിഫറൻസസ് ആൻഡ് ഹാബിറ്റ്സ്. വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നതിൽ അവരുടെ താല്പര്യത്തെയും അവരുടെ സ്വഭാവത്തെ പോലും പരസ്യങ്ങൾ സ്വാധീനിക്കുന്നു. To make smart choices, we should critically evaluate ads. ബുദ്ധിപരമായ തെരഞ്ഞെടുപ്പിനും തീരുമാനത്തിനും പരസ്യങ്ങളെ നാം യഥാവിധി മനസ്സിലാക്കേണ്ടതുണ്ട്. By looking beyond their claims and focusing on facts. പരസ്യങ്ങൾ പറയുന്ന അവകാശവാദത്തെക്കാൾ കൂടുതലായി യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പരസ്യവാചകങ്ങളിൽ നാം കണ്ണടച്ച് വിശ്വസിക്കരുത്. Question 5. How do ads affect your shopping preferences? എങ്ങനെയാണ് പരസ്യങ്ങൾ നമ്മുടെ ഷോപ്പിംഗ് പ്രിഫറൻസുകൾ, നാം വസ്തുക്കൾ വാങ്ങുന്നതിൽ നമ്മുടെ മുൻഗണനകൾ എങ്ങനെയാണ് പരസ്യങ്ങൾ സ്വാധീനിക്കുന്നത്? ആഡ്സ് ക്യാൻ ഇൻഫ്ലുവൻസ് us strongly. പരസ്യങ്ങൾക്ക് നമ്മെ ശക്തമായി സ്വാധീനിക്കാൻ കഴിയും. And make us buy things that we do not really need. അതുവഴി നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ പോലും പരസ്യങ്ങൾ കൊണ്ട് നാം വാങ്ങിപ്പോകും. പരസ്യങ്ങൾക്ക് നമ്മെ അത്തരം വസ്തുക്കൾ വാങ്ങിപ്പിക്കാൻ സാധിക്കും. Being aware of their impact help us make better decisions and choices that suit our needs and values. അതുകൊണ്ട് തന്നെ പരസ്യങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് നാം ബോധവാന്മാരാവുകയാണെങ്കിൽ അത് നമുക്ക് സഹായകരമാകും ബെറ്റർ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതോടൊപ്പം തന്നെ ആവശ്യമായ വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നതിലും. നമുക്ക് ആവശ്യമുള്ളതും മൂല്യമുള്ളതുമായ വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും തീരുമാനമെടുക്കുന്ന കാര്യത്തിലും പരസ്യങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധം നമുക്കുണ്ടായാൽ അത് സഹായകരമാകും. Question 6. What should advertisers and celebrities bear in mind while promoting products? പരസ്യങ്ങളിലൂടെ ഏതെങ്കിലും വസ്തുക്കളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ പരസ്യക്കാരും അതിൽ അഭിനയിക്കുന്ന സെലിബ്രിറ്റികളും എന്താണ് അവർ മനസ്സിൽ കരുതേണ്ടത്? Advertisers and celebrities should consider how their endorsements affect young audiences. പരസ്യക്കാരും അതിൽ അഭിനയിക്കുന്ന സെലിബ്രിറ്റികളും അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ വാക്കുകൾ, അവരുടെ പരസ്യം ചെറുപ്പക്കാരായ കുട്ടികളായിട്ടുള്ള ഉപഭോക്താക്കളെ കാര്യമായി സ്വാധീനിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർ ഉൾക്കൊള്ളണം. They must promote products responsibly. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വത്തോടു കൂടിയായിരിക്കണം ഏത് പ്രോഡക്റ്റിനെയും പരസ്യങ്ങളിലൂടെ സെലിബ്രിറ്റികൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ആൻഡ് അവോയ്ഡ് എൻകറേജിങ് ഹാംഫുൾ ഓർ മിസ്ലീഡിംഗ് മെസ്സേജസ്. അതുപോലെ തന്നെ കുട്ടികളെ വഴിതെറ്റിക്കുന്നതും അവർക്ക് ദോഷകരമായിട്ടുള്ളതുമായ മെസ്സേജുകൾ പരസ്യങ്ങളിലൂടെ അവർ നൽകാതിരിക്കുകയും ചെയ്യണം. Question 7. Does cradle to grave marketing have long-term consequences? Discuss. Cradle to grave marketing, ചൊട്ട മുതൽ ചുടല വരെയുള്ള മാർക്കറ്റിംഗ് തന്ത്രം എന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്ന തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രം
അതിന് ലോങ് ടേം കോൺസിക്വൻസസ്, ദീർഘകാലമുള്ള പരിണത ഫലങ്ങളും ഉണ്ടാകുമോ? ഡിസ്കസ്, അതിനെക്കുറിച്ച് പറയുക. യെസ്, ക്രാഡിൽ ടു ഗ്രേവ് മാർക്കറ്റിംഗ് എൻകറേജസ് ബ്രാൻഡ് ലോയൽറ്റി ഫ്രം എ യങ് ഏജ്. ഒരു കുട്ടിയുടെ ചെറുപ്പം തൊട്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ബ്രാൻഡിനോടുള്ള ഒരു വിശ്വാസ്യത മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും ഊട്ടിയുറപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ക്രാഡിൽ ടു ഗ്രേവ്, വിച്ച് ക്യാൻ ലീഡ് ടു എക്സസീവ് കൺസ്യൂമറിസം. അതുകൊണ്ട് തന്നെ അത്തരമൊരു യങ് കൺസ്യൂമറുടെ ജീവിതത്തിൽ വളരെ വർദ്ധിച്ച തരത്തിലുള്ള ആ പ്രോഡക്റ്റിനോടുള്ള താല്പര്യവും അതിലേക്ക് മാത്രമുള്ള ഒരു കൺസ്യൂമറിസം, ഒരു ഉപഭോക്തൃ സംസ്കാരവുമായി അത് മാറും. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോഡക്റ്റിലേക്ക് കൂടുതൽ വിശ്വാസ്യത അർപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പർച്ചേസിംഗ് തന്ത്രമായിട്ട് അത് മാറുന്നു. ദിസ് ലോങ് ടേം ഫോക്കസ് മേ പ്രയോറിറ്റൈസ് പ്രോഫിറ്റ്സ് ഓവർ ചിൽഡ്രൻസ് വെൽബീയിങ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്രാഡിൽ ടു ഗ്രേവ്, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള വിപണന തന്ത്രം പ്രത്യേകിച്ച് കുട്ടികളെ ഫോക്കസ് ചെയ്ത് നടത്തുമ്പോൾ അവരുടെ സൗഖ്യത്തെക്കാൾ, അവരുടെ ആരോഗ്യ കാര്യങ്ങളെക്കാൾ അഡ്വർടൈസേഴ്സ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, അവർക്ക് മുൻഗണന, അവരുടെ കൂടുതൽ താല്പര്യം പ്രോഫിറ്റുകളിൽ മാത്രമായിരിക്കും. Question 8. Advertisements influence us to a great extent. വളരെ വലിയ ഒരു പരിധിവരെ പരസ്യങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നു. Is it wise to follow them blindly? പരസ്യങ്ങളെ അന്ധമായി ഫോളോ ചെയ്യുന്നത് ബുദ്ധിപരമായ കാര്യമാണോ? State your opinion. നിങ്ങളുടെ അഭിപ്രായം പറയുക. It is unwise to follow advertisement blindly. പരസ്യങ്ങളെ അന്ധമായി ഫോളോ ചെയ്യുന്നത് തീർത്തും unwise, വിഡ്ഢിത്തമാണ്. Because they often exaggerate the quality of products or omit important details. കാരണം പരസ്യങ്ങളിലൂടെ പ്രോഡക്റ്റുകളുടെ ഗുണങ്ങളെക്കുറിച്ച് വർദ്ധിപ്പിച്ച് പറയുകയും പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒഴിവാക്കുകയും ചെയ്യുന്നു. Evaluating products critically helps us to take wise decisions and avoid unnecessary expenses. അതുകൊണ്ട് തന്നെ പരസ്യങ്ങളെ ശരിയാം വിധം വിലയിരുത്തി മനസ്സിലാക്കുന്നത് ബുദ്ധിപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുന്നതിനും സഹായകരമാകും. Question 9. Don't judge a book by its cover. ഒരു പുസ്തകത്തെ അതിന്റെ കവർ നോക്കിക്കൊണ്ട് വിലയിരുത്തരുത് എന്ന് പറയാറുണ്ട്. Is this statement true of advertising? Explain. ഈ പ്രസ്താവന പരസ്യങ്ങളുടെ കാര്യത്തിലും ശരിയാണോ? വിശദീകരിക്കുക. Yes, this is true for advertising. പരസ്യങ്ങളുടെ കാര്യത്തിലും പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ പോലെ പുസ്തകത്തിന്റെ കവർ കണ്ടുകൊണ്ട് ആ പുസ്തകത്തെ വിലയിരുത്തരുത് എന്ന് പറയുന്നത് പരസ്യത്തിന്റെ കാര്യത്തിലും ശരിയാണ്. പരസ്യത്തിലൂടെ ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ പരസ്യം മാത്രം കണ്ടുകൊണ്ട് ആ പ്രോഡക്റ്റിനെ വിലയിരുത്തരുത്. ബ്ലൈൻഡ്ലി ട്രസ്റ്റിംഗ് ആഡ്സ് ക്യാൻ ലീഡ് ടു പോർ ഡിസിഷൻസ്. അന്ധമായി പരസ്യങ്ങളെ വിശ്വസിച്ചാൽ അത് പലപ്പോഴും മോശമായ ഒരു തീരുമാനത്തിലായിരിക്കും നമ്മെ എത്തിക്കുക. ആസ് ദ റിയാലിറ്റി മെ നോട്ട് മാച്ച് ദ ക്ലെയിംസ്. കാരണം പരസ്യത്തിലൂടെ അവകാശപ്പെടുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും ഉണ്ടായിരിക്കണമെന്നില്ല. ദിസ് കൻ റിസൾട്ട് ഇൻ വേസ്റ്റേജ് ഓഫ് മണി, ടൈം ആൻഡ് ഈവൻ ഹാം ടു അവർ വെൽബീയിങ്. പലപ്പോഴും പരസ്യങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് വസ്തുക്കൾ വാങ്ങുമ്പോൾ നാം ചതിക്കപ്പെടുകയും നമ്മുടെ പണവും സമയവും നഷ്ടമാവുകയും ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടെ ആരോഗ്യത്തെ പോലും ദോഷമായി ബാധിക്കുകയും ചെയ്യും. ഇത്രയുമാണ് ടോയ്സ് ടു ടീൻസ് എന്ന ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസും അവയ്ക്കുള്ള ആൻസേഴ്സും. ഈ ലെസണുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കും. ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങൾ ഈ ലെസൺ ശരിയാം വിധം മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് സഹായകരമാകും എന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജു സ്പോട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.